രാഹുൽ മാങ്കൂട്ടത്തിന് രാജി സമ്മർദ്ദമേറുകയാണ്. പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ശക്തമായ സമ്മർദ്ദമാണ്. രാഹുൽ മാങ്കൂട്ടം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഡാൻ കുര്യൻ തുടരുന്നുണ്ട്. ഡാന്, കൂടുതൽ നേതാക്കൾ പരസ്യ നീക്കവുമായി മുന്നോട്ട് വരാനുള്ള സാധ്യതയുണ്ടല്ലേ? എന്തുകൊണ്ടാണ് രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും ഇക്കാര്യത്തിൽ കടുത്ത നിലപാട് സ്വീകരിച്ചതിന് കാരണം രാഹുലിനെ ഇനി സംരക്ഷിക്കുന്നത് ഉചിതമല്ല എന്ന നിലപാടിൽ തന്നെയാണ്. ഇതൊരു പൊതുധാരണയായി നേതൃതലത്തിൽ രൂപപ്പെട്ടിട്ടുണ്ടോ? നേതാക്കൾ ആരും പരസ്യമായി പറയുന്നില്ലെങ്കിലും. അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇതുമായി ബന്ധപ്പെട്ട ഇപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട ശബ്ദരേഖകളാണ് പാർട്ടിയെ വെട്ടിലാക്കുന്ന തരത്തിൽ പുറത്തു വന്നത്. അതിനു പുറമെ നമ്മൾ നൽകിയ ഈ ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റിന്റെ വെളിപ്പെടുത്തലുകൾ, ഇതാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസിനെ രാഹുലുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതിരോധത്തിലാക്കിയത്. പക്ഷേ ഇന്നലെ വൈകുന്നേരത്തിന് ശേഷം കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കൾക്ക് രാഹുലുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ ചില ആരോപണങ്ങൾ കൂടി സമാന സ്വഭാവത്തിൽ ഉയരാൻ സാധ്യതയുണ്ടെന്ന് കൃത്യമായ വിവരം ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്നലെ വൈകുന്നേരം വരെയും രാജിയുടെ ആവശ്യമില്ല, ഇപ്പോൾ അങ്ങനെ ഒരു തീരുമാനമെടുത്താൽ രാഷ്ട്രീയമായി അത് വലിയ തിരിച്ചടികൾക്ക് വഴിവെക്കുമെന്ന അഭിപ്രായം പറഞ്ഞ പല നേതാക്കളും, രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവർ ഇന്ന് രാവിലെ നിലപാട് മാറ്റുകയും കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവരുമായി ചർച്ച നടത്തുകയും ചെയ്തിരിക്കുന്നത്. നമുക്ക് ലഭിക്കുന്ന സൂചന ശരിയാണെങ്കിൽ 2 ദിവസത്തിനകം രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കേണ്ടി വരും. രാജിവെച്ചില്ലെങ്കിൽ രാഹുലിനെ പുറത്താക്കുന്നതടക്കമുള്ള കടുത്ത നടപടികളിലേക്ക് പാർട്ടി പോയാലും അത്ഭുതപ്പെടാനില്ല. അങ്ങനെ ഒരു രാഷ്ട്രീയ സാഹചര്യം ഉരുത്തിരിയുകയാണ്. അത് കൃത്യമായി ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കമാൻഡ് തന്നെ ഈ വിഷയത്തിൽ ഇപ്പോൾ കൃത്യമായ ഒരു ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതാണ് സാഹചര്യം. എന്തായാലും കോൺഗ്രസിനകത്തുണ്ടാവുന്ന പ്രതിസന്ധി ഇത് ചെറുതല്ല. കാരണം രാഹുൽ മാങ്കൂട്ടത്തെ ഇനി സംരക്ഷിച്ച് മുന്നോട്ട് പോകുന്ന ഉചിതമല്ല എന്നതാണ്. ഇന്നലെ രാവിലെ മുതലുള്ള കാര്യങ്ങൾ നോക്കാം. ഇന്നലെ രാവിലെ ആദ്യ പ്രതികരണം ഉണ്ടാവുന്നത് ദീപാദാസ് മുൻഷിയിൽ നിന്നാണ്. ഈ ചാപ്റ്റർ ക്ലോസ്ഡ് ആണ്. ഇതിൽ രാഹുൽ മാങ്കൂട്ടം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചു. ഇതോടുകൂടി മറ്റ് നീക്കങ്ങളൊന്നുമില്ല. കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിൽ പരാതിയില്ല. ഇതാണ് അവർ സ്വീകരിച്ച നിലപാട്. അതേസമയം ഇടതുപക്ഷത്തെ ആരോപണ വിധേയരെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടും കോൺഗ്രസ് പ്രതിരോധം ഉയർത്തിയിരുന്നു. വി ഡി സതീശനും ഏറെക്കുറെ സമാന നിലപാടെടുത്തെങ്കിൽ കൂടിയും രാജിവെച്ചത് പാർട്ടിയുടെ സമ്മർദ്ദം കൊണ്ട് തന്നെയാണ്, പാർട്ടി നിർദ്ദേശപ്രകാരമാണ് എന്ന നിലപാട് സതീശൻ പരസ്യമാക്കുകയും ചെയ്തിരുന്നു. പിന്നീട് ഷാഫി പറമ്പിലാവട്ടെ ഒട്ടും വ്യക്തത വരുത്താതെ പ്രതികരണം നടത്തുകയും മാധ്യമം കണ്ട ചോദ്യങ്ങളോട് ഒഴിഞ്ഞു മാറുകയുമാണ് ചെയ്തത്. ഇതിനൊടുവിൽ താൻ രാജിവെക്കില്ല എന്ന നിലപാട് ഇന്നലെ പകൽ രാഹുൽ മാങ്കൂട്ടം മാധ്യമങ്ങളെ അറിയിച്ചു. അത് പരസ്യമായിട്ടല്ല, ടെലഫോണിൽ പല മാധ്യമങ്ങളെയും അറിയിച്ചത് താൻ രാജിവെക്കില്ല. അതിനൊടുവിൽ അദ്ദേഹം വാർത്താസമ്മേളനം വിളിക്കുകയും ചെയ്തു. വാർത്താസമ്മേളനത്തിന് വീട്ടിൽ മാധ്യമങ്ങൾ കാത്തു നിൽക്കുന്നതിനിടയിലാണ് നാടകീയമായി വാർത്താസമ്മേളനം റദ്ദു ചെയ്തു എന്ന അറിയിപ്പ് രാഹുൽ മാങ്കൂട്ടം നൽകുന്നത്. ഇതിനിടയിൽ പാർട്ടി തലത്തിൽ നടത്തിയ ആശയവിനിമയമാണ് രാഹുലിനെ അതുകൊണ്ട് പ്രേരിപ്പിച്ചത്. തൻ്റെ നിലപാട് ഒന്നുകൂടി ആവർത്തിക്കാനും ചില വിശദീകരണങ്ങൾ നടത്താനുമാണ് രാഹുൽ മാങ്കൂട്ടം ഇന്നലെ ശ്രമിച്ചത്. പക്ഷേ അതിന് തുനിയേണ്ടതില്ല എന്ന നിലപാട് കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ചു ഇക്കാര്യത്തിൽ എന്നതാണ് സാഹചര്യം. എൻ ശ്രീകുമാർ നമുക്കൊപ്പം ചേരുന്നു, മാധ്യമ പ്രവർത്തകൻ. എൻ ശ്രീകുമാർ, എന്തുകൊണ്ട് ഇനി രാഹുൽ മാങ്കൂട്ടത്തെ രാജി വൈകുന്നു എന്ന ചോദ്യമാണ് കേരളം ചോദിക്കുന്നത്. പ്രധാനപ്പെട്ട നേതാക്കൾ വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും രാഹുൽ രാജിവെക്കുന്നതാണ് ഉചിതം, രാഹുലിനെ കൈവിട്ടു കഴിഞ്ഞു എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട്. കെ മുരളീധരനും അല്പസമയം മുമ്പ് കൂടുതൽ കടുത്ത നിലപാടുകളും സ്വീകരിച്ചിട്ടുണ്ട്. രാജി പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമോ? എന്തുകൊണ്ട് വൈകുന്നു എന്ന ചോദ്യം ആരും ഉന്നയിച്ചിട്ടില്ല. കാരണം ആ ചോദ്യം ഉന്നയിക്കേണ്ടത് UDF ആണ്. കാരണം UDF ആണ് അദ്ദേഹത്തെ ജയിപ്പിച്ചത്. പിന്നെ LDFനും CPM-നും ഒക്കെ എന്തുകൊണ്ടാണ് രാജി വൈകുന്നതെന്ന് ചോദിക്കാനുള്ള ഒരു വിധത്തിലുള്ള അധികാരമോ അവകാശവുമില്ല. കാരണം അവർ അദ്ദേഹത്തെ തോൽപ്പിക്കാൻ ശ്രമിച്ചവരാണ്. അപ്പൊ അതുകൊണ്ട് കോൺഗ്രസിന്റെ തീരുമാനമാണ് വരാനുള്ളത്, അല്ലാണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ തീരുമാനമല്ല. കോൺഗ്രസിന്റെ തീരുമാനം എത്രയും പെട്ടെന്ന് ഉണ്ടാകുമെന്ന് നേതാക്കൾ സൂചിപ്പിച്ചു കഴിഞ്ഞത് മാത്രമല്ല, ഇന്നലെ തന്നെ വി ഡി സതീശൻ വ്യക്തമായി ഒരു വാചകം പറഞ്ഞിട്ടുണ്ട്, കോൺഗ്രസ് ഒരു വേറിട്ട പാർട്ടിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുമെന്ന്. അപ്പൊ ഒരുപക്ഷെ രാജി പാടില്ല എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം കേരളത്തിലുണ്ട്. അത് CPM-ഉം BJP-യുമാണ്, പ്രത്യേകിച്ച് CPM. അപ്പൊ അതുകൊണ്ട് അവര് ഈ രാജി ഉണ്ടാകാൻ പാടില്ലെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. എത്രയും പെട്ടെന്ന് എനിക്ക് തോന്നുന്നത് ഇന്ന് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി ഉണ്ടായേക്കും. അതിന്റെ പ്രധാനപ്പെട്ട കാരണം കോൺഗ്രസ് നേതാക്കൾ കൈവിട്ടു എന്ന് പറയുന്ന നിങ്ങളുടെ അഭിപ്രായങ്ങൾ മാനിച്ചുകൊണ്ടായിരിക്കാം. ഇത് കൈവിടുക എന്നുള്ള അല്ലൊരു പ്രശ്നം. അതായത് ഒരു പൊതു വികാരത്തിനൊപ്പം കോൺഗ്രസ് നിന്നു എന്നുള്ളതാണ്. ഇത് അപൂർവമാണല്ലോ. കാരണം ഇതിനു മുമ്പ് നടന്ന സംഭവങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് കാണിച്ചിട്ട് ഇതിനെ ന്യായീകരിക്കണോ എന്ന് മറുചോദ്യം ഉന്നയിക്കുന്നുകൊണ്ടാണ് ആരും അതിനെക്കുറിച്ച് കൂടുതൽ പറയാത്തത്. പക്ഷെ ഇതില് ഒരു നീതിപൂർവമായ സമീപനം ഉണ്ടാകുന്നത്. ഞാൻ ഇടയ്ക്ക് ദയവായി ഇടപെടുന്നതിൽ തെറ്റിദ്ധരിക്കരുത്. ഒരു കാര്യം, ഒരു വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയാണ്.
ഇതിൽ കൈവിട്ടോ എന്ന കാര്യം പരാമർശിക്കുന്ന ഒരു കാരണമുണ്ട്. ഇന്നലെ രാവിലെ ദീപാദാസ് മുൻഷി, കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി, പറഞ്ഞത് ദ ചാപ്റ്റർ ക്ലോസ്ഡ്, ഈ വിഷയത്തിൽ ഇനി ചർച്ചയില്ല. രാഹുൽ മാങ്കൂട്ടം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചു കഴിഞ്ഞു, പാർട്ടിക്ക് മുന്നിൽ പരാതിയില്ല, മറ്റൊരു കാര്യവും ഇനി നടപടിയില്ല എന്നതാണ് MLA സ്ഥാനത്തെ രാജി സംബന്ധിച്ച ചോദ്യത്തോട് അവർ പ്രതികരിച്ചത്. VD സതീശനും ആ രാജിയില്ല എന്ന സൂചനയായിരുന്നു. ഒപ്പം ഷാഫി പറമ്പിലും ഇടതുപക്ഷത്തെ ആരെങ്കിലും രാജിവെച്ചിട്ടോ എന്ന മറുചോദ്യം ഉണ്ടാക്കി. പക്ഷേ പിന്നീട് ഉച്ചയ്ക്ക് ശേഷമാണ് സാഹചര്യം മാറുന്നത്. ഇന്നലെ അടൂരിലെ വീട്ടിൽ നിന്നും മാധ്യമങ്ങളെ ടെലഫോണിൽ വിളിച്ച രാഹുൽ മാങ്കൂട്ടം താൻ രാജിവെക്കില്ല എന്ന സന്ദേശം പലരോടും പറയുകയും പിന്നീടാണ് അദ്ദേഹം വാർത്താ സമ്മേളനം വിളിക്കുകയും ചെയ്തത്. അപ്പോൾ ഇതിനിടയിൽ എന്ത് സംഭവിച്ചു എന്ന ചോദ്യമാണ് സ്വാഭാവികമായും നമുക്ക് മുന്നിൽ ആകാംക്ഷയുണ്ടാവുന്നത്. അതുകൊണ്ടാണ് നേതാക്കൾ കൈവിട്ടോ എന്ന ചോദ്യം ഉന്നയിച്ചത്. അല്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കില്ല എന്ന് എന്തുകൊണ്ടാണ് പറയുന്നത്? കാരണം സമാന സംഭവങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടില്ലേ. പക്ഷെ ഇതിപ്പോ നിങ്ങൾ നോക്കൂ, ഇതിലൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ, ഒരാൾക്കെതിരെ അത് ലൈംഗികമായ ആരോപണം ഉന്നയിക്കപ്പെട്ടാൽ അയാൾ സംശയത്തിന്റെ നിഴലിലായി. കാരണം അങ്ങനെ ഉന്നയിക്കപ്പെട്ടാൽ എല്ലാവർക്കും നേരെ ഉന്നയിക്കുന്നില്ല, അങ്ങനെ ഉന്നയിക്കപ്പെട്ടു. അപ്പൊ ഉന്നയിക്കപ്പെട്ട സ്ഥിതിക്ക് കോൺഗ്രസിനെ പോലുള്ളൊരു പ്രസ്ഥാനത്തില് അത്തരം ഒരു ഭാരം പേറാൻ ബുദ്ധിമുട്ടായിരിക്കും കോൺഗ്രസിന്. മറ്റുള്ള പാർട്ടികൾക്ക്, ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളൊക്കെ ഇത് നിരന്തരം കേട്ടിട്ടുണ്ട്, അവര് സംരക്ഷിക്കുകയും ചെയ്യും. ഞങ്ങൾക്ക് പാർട്ടി കോടതി. ദയവായി ഒന്ന് തുടരുക. ശ്രീമതി കെ കെ രമ MLA നമുക്കൊപ്പമുണ്ട്. ശ്രീമതി കെ കെ രമ MLA, ഈ രാഹുൽ മാങ്കൂട്ടം രാജിവെക്കേണ്ടതുണ്ടോ ഇല്ലയോ എന്ന ചോദ്യം ഇന്നലെ കോൺഗ്രസിനകത്തൊരു സംശയമുണ്ട് എന്ന് തോന്നുന്നു. പക്ഷേ ഇന്ന് നേതാക്കൾ നൽകുന്ന സൂചന രാജി ഉടനെ ഉണ്ടാകുമെന്നാണ്. താങ്കൾക്ക് ഇക്കാര്യത്തിൽ ഒരു വ്യക്തമായ നിലപാട് അറിയിക്കാൻ കഴിയുമോ? രാഹുൽ മാങ്കൂട്ടം രാജിവെക്കേണ്ടേ? അല്ല, ഇത്തരം വിഷയങ്ങളിൽ വളരെ വ്യക്തമായ നിലപാട് ഞാൻ ഇപ്പോഴുമല്ല നേരത്തെയും എടുത്തതാണ്. ഇതുപോലെ ആരോപണ വിധേയരായ ആളുകൾ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കാൻ പാടില്ല, അതിലൊരു തർക്കവുമില്ല. നിരവധി വളരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നു വരുമ്പോൾ തീർച്ചയായിട്ടും ആ സ്ഥാനത്ത് നിന്ന് മാറി നിന്ന് അന്വേഷണം നേരിടുകയാണ് വേണ്ടത്. അത് ആ പാർട്ടി ആ തീരുമാനം അങ്ങനത്തെ ഒരു നിലപാടിലേക്ക് ആ പാർട്ടി എത്തുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം തുടക്കം തന്നെ കോൺഗ്രസ് ഏറ്റവും മാതൃകാപരമായ ഒരു തീരുമാനം ഈ കാര്യത്തിൽ എടുത്തിരുന്നു. ഞാൻ ഇടപെടുന്നത് ഒരു കാര്യം, താങ്കൾ പക്ഷേ കഴിഞ്ഞ ദിവസം ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണെന്ന് ഞാൻ കരുതുന്നു. പക്ഷേ അതിൽ രാഹുലിന്റെ MLA സ്ഥാനത്തു നിന്നുള്ള രാജി ആവശ്യം താങ്കൾ ഉന്നയിച്ചിരുന്നില്ല. അല്ല, ഞാനത് വളരെ വ്യക്തമായിട്ട് അതിനകത്ത് പറഞ്ഞു. അതിജീവിതകൾക്കൊപ്പം തന്നെയാണ്, ഒരു കാര്യത്തിലും ഇത്തരം ആളുകളെ സംരക്ഷിക്കില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. അതിലെന്ത് തർക്കം? അതിൽ പിന്നീടാണ് ഗുരുതരമായ മറ്റ് ചില ആരോപണങ്ങളൊക്കെ ഉയർന്നു വരുന്നത്. ആ സമയത്ത് കേസ് കൊടുക്കാൻ തയ്യാറായിട്ടില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അതൊന്നൊരു വിഷയമല്ല. കേസ് കൊടുക്കുന്നുണ്ടോ ഇല്ലെന്നൊന്നും വിഷയമേ അല്ല. ഈ കാര്യത്തിൽ ഉള്ള നിലപാട് തന്നെയാണ് നേരത്തെയും പറഞ്ഞത്. അതിലൊരു മാറ്റവും ഈ വിഷയത്തിൽ ഉണ്ടാവുന്നില്ല. അതായത് അത് ഏത് വ്യക്തിയായാലും ഏത് പാർട്ടി ആയാലും അതിലൊന്നും ഒരു മാറ്റവും ഇല്ല. നിലപാടായിട്ട് തന്നെ തുടരും. അതായത് രാഹുലിന്റെ രാജി ഉടനെ ഉണ്ടാവണം, ആ തീരുമാനം കോൺഗ്രസ് കൈക്കൊള്ളണം, അത് തന്നെയാണ് താങ്കളുടെ നിലപാട്. അതെ, തീർച്ചയായിട്ടും. ഓക്കെ, ഇത് UDF